രാജാതിരാജനായ അല്ലാഹു മഹാന്മാരായ സ്വഹാബികളെ സമാധാനിപ്പിച്ചത് അവർക്ക് മാത്രമുള്ള സമാധാനത്തിൻ്റെ വചനങ്ങളല്ല. ലോകാവസാനം വരെ അചഞ്ചലമായി അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ എപ്പോഴെല്ലാം പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവരെല്ലാം സമാധാനിപ്പിക്കാനായി അല്ലാഹു ഇറക്കിയ സൂറത്തുൽ ബുറൂജ്. സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൊരു കഥയുണ്ട്. ആ കഥ റസൂലുള്ളാഹിക്ക് എന്തിനാണ് അല്ലാഹു പറഞ്ഞു കൊടുത്തത്? മഹാന്മാരായ സ്വഹാബികൾക്ക് മാത്രമല്ല, ലോകാവസാനം വരെ വരാനുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും പറഞ്ഞു കൊടുക്കാനാണ്. ഏതാണ് ആ കഥ? ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാതിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد. ശ്രദ്ധ, നിങ്ങളുടെ ശ്രദ്ധ ആ വിഷയത്തിലേക്ക് വരാനാണ് ഇത്രയും ഓതിയത്. ഒന്ന് പറഞ്ഞു പോകാം. മേലെ മാത്രം കഥയാ നമ്മൾ പറയാൻ പോകുന്നത്. ചരിത്ര കഥയാ, നോവലല്ല, ആരെങ്കിലും എഴുതിയ ചെറുകഥയല്ല, ആരെങ്കിലും മനസ്സിൽ ഊഹിച്ചെടുത്ത് എഴുതിയ പൊള്ളക്കഥകളല്ല. പിന്നെയോ മനുഷ്യ ചരിത്രത്തിൽ അല്ലാഹുവിൽ വിശ്വസിച്ചത് കാരണം ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു നാട്ടുകാരുടെ കഥ പറഞ്ഞു തരികയാണ് അല്ലാഹു. അതാർക്കെല്ലാമുള്ള ആശ്വാസമാ. മക്കയിലെ പാറക്കെട്ടുകൾക്കിടയിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സ്വഹീബിനും അമ്മാറിനും ബിലാലിനും റളിയല്ലാഹു അൻഹും അവർക്ക് മാത്രമുള്ളതല്ല. കാശ്മീരിന്റെ താഴ്വരയിൽ കൂട്ടമായി ബാനഭംഗപ്പെടുത്തപ്പെട്ട നമ്മുടെ കൊച്ചുമക്കൾ മുതൽ നമ്മുടെ കൊച്ചുമോൾ മുതൽ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൽ വിശ്വസിച്ചത് കാരണം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി അല്ലാഹു ഹബീബായ റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്ത കഥയാണ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. കിടങ്ങുകാർ അവർ ശപിക്കപ്പെട്ടിരിക്കുകയാണ്. ഖുതില കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ നേരെ അർത്ഥം. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, ആ കിടങ്ങുകാർ ശപിക്കപ്പെട്ടിരിക്കുകയാണ്. അന്നാരി ദാതിൽ വഖൂദ്, ഏത് കിടങ്ങുകാരാ? അന്നാർ, തീ നിറക്കപ്പെട്ട കിടങ്ങുകാർ. എങ്ങനെയുള്ള തീയ? ദാതിൽ വഖൂദ്, ആ തീ തനിയെ കത്തുന്നതല്ല, അതാളി കത്തിക്കുവാനായി വിറകുകൾ കൊണ്ടുവന്ന് കൂട്ടി അതിൻ്റെ മീതെ അതിൽ തീ കൊടുത്ത് ആളി കത്തുന്ന തീയിൻ്റെ ആളുകൾ അവർ പരാജയപ്പെട്ടവരാണ്. അവരുടെ മേൽ അല്ലാഹുവിൻ്റെ ശാപം ഭവിച്ചിരിക്കുകയാണ്. അന്നാരി ദാതിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖൂദ്. അവർ ചെയ്തതെന്താ? അവർ ആ നാട്ടുകാർ ആ കിടങ്ങുകളുടെ ചുറ്റും പോയിരുന്നു. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. എന്നിട്ട് വിശ്വാസികളായ ആളുകളെ ആളി കത്തുന്ന ഈ തീയിലേക്ക് വലിച്ചെറിഞ്ഞ് അവർ വന്തുരുകുന്നത് കണ്ട് രസിച്ച ആളുകൾ അവർ പരാജയപ്പെട്ടവരാ. അവരുടെ മേൽ അല്ലാഹുവിൻ്റെ ശാപം ഭവിച്ചിരിക്കുകയാണ്. ഇതിനാണ് അല്ലാഹു പറയുന്നത്, ഈ രീതിയിൽ മുഅ്മിനീങ്ങളെ പീഡിപ്പിക്കുന്നവരാരാണോ, മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നവരാരാണോ, അവരെല്ലാം അല്ലാഹുവിൻ്റെ ലഅനത്ത് ഭവിച്ച ആളുകളാ
ഇന്ന് ഖുർആനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കേവലം ആ നാട്ടുകാർക്ക് മാത്രമല്ല, ലോകാവസാനം വരെയുള്ള എല്ലാ ജനതക്കുമായി അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പാണ്. എൻ്റെ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ പീഡിപ്പിക്കുന്ന ആളുകൾക്ക്, മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന ആളുകൾക്കുള്ള മുന്നറിയിപ്പാൻ. പറയാം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ. വന്നദിദാതിൽ വഖാദ് ഇദും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്തത്? വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സ്തുത്യർഹനായ പ്രതാപശാലിയായ അല്ലാഹുവിൽ അവർ വിശ്വസിച്ചു എന്നല്ലാതെ അവരാ നാട്ടുകാരോട് അനീതി ചെയ്തിട്ടില്ല, അവരാ ഭരണകൂടത്തോട് അനീതി ചെയ്തിട്ടില്ല. അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നല്ലാതെ ഒരു കുറ്റവും അവർ ചെയ്തിട്ടില്ല എന്ന് അല്ലാഹു തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. എങ്ങനെയുള്ള അല്ലാഹുവാണ്? ആ റബ്ബിനാണ് ആകാശഭൂമികളുടെ അധികാരം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ആ ജനതയോട് അവർ ചെയ്തിരിക്കുന്ന ക്രൂരതക്കെല്ലാം അല്ലാഹു സാക്ഷിയാണ്. അല്ലാഹു അത് കണ്ടിട്ടുണ്ട് എന്ന് അല്ലാഹു വിളിച്ചു പറയുകയാണ്. അപ്പൊ ഇന്ത്യ രാജ്യമടക്കം പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ കലാപങ്ങളായാലും, അതേപോലെ അസ്തിത്വത്തെ നാമാവശേഷമാക്കാൻ നടക്കുന്ന കലാപങ്ങളായാലും, അതിൽ ഇഞ്ചിഞ്ചായി കൊല്ലപ്പെടുന്ന വൃദ്ധരായ ജനങ്ങളായാലും സ്ത്രീകളായാലും കുട്ടികളായാലും അവരോടവർ ചെയ്യുന്ന ക്രൂരത അല്ലാഹു കണ്ടിട്ടുണ്ട് എന്നാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക് വന്ന അന്ത്യം എന്താണോ അതേ അന്ത്യമാണ് അവരും പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് അല്ലാഹു പറഞ്ഞു തരുന്നത്. ഏതാണ് ഈ സംഭവം? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹുവായി ഹദീസ് ഉദ്ധരിക്കുന്നത്. മഹാനവലുകൾ പറയുകയാണ്, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പീഡനം സഹിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ കഥ? കാന മലികുൻ ഫീമൻ കാന ഖബലകും. പഴയ കാലത്തൊരു രാജാവുണ്ടായിരുന്നു അത്രേ. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാ, പഴയ കാലത്തൊരു രാജാവുണ്ടായിരുന്നു അത്രേ. ആ രാജാവിന് വകാന ലഹു സാഹിറുൻ, അയാൾക്ക് മാരണം ചെയ്തു കൊടുക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു. അയാളുടെ കൊട്ടാരത്തിൽ അയാൾക്ക് വേണ്ടി സിഹ്റു പണിയെടുത്തു കൊടുക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു അത്രേ. ഫലമ്മ കബിറ, അങ്ങനെ ഈ സിഹ്റു പണിയെടുക്കുന്ന ആൾ, അയാൾക്ക് പ്രായാധിക്യമായി, അയാൾ വലുതായി, അയാൾക്ക് പ്രായാധിക്യമായി, വൃദ്ധനായി അയാൾ. പിന്നെ അയാൾക്ക് ആ പണി ചെയ്യാനുള്ള കഴിവില്ലാതെയായി, അത്രയും ക്ഷീണിച്ചു പോയ അയാൾ. അപ്പം അയാൾ പ്രായമായി കൊണ്ടിരിക്കുമ്പോൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ എന്നീക്കത് കബിർത്തു, ഞാൻ വലുതായി പോയി, ഞാൻ വൃദ്ധനായി, പ്രായാധിക്യമായി എനിക്ക്. രാജാവേ, ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾക്ക് മാരണം പണി ചെയ്തു തരാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഫബഅഥ് ഇലയ്യ ഗുലാമാ, എനിക്കൊരു കുട്ടിയെ പറഞ്ഞു വെച്ചു തരണം അങ്ങ്. ഉഅല്ലിമുഹു വസ്സിഹ്റ, ആ കുട്ടിക്ക് ഞാൻ ഈ മാരണവിദ്യ പഠിപ്പിച്ചു കൊടുത്തുകൊള്ളാമെന്ന്. നിങ്ങൾ എനിക്കൊരു കുട്ടിയെ, നല്ല ബുദ്ധിമാനായ ഒരു കുട്ടിയെ പറഞ്ഞയച്ചു തരണം. ആ കുട്ടിക്ക് ഞാൻ ഈ മാരണവിദ്യ പഠിപ്പിച്ചു കൊടുക്കാം. എൻ്റെ കാശശേഷവും രാജാവേ, അങ്ങക്ക് ഈ പണി ചെയ്തു തരുന്ന ആളുകൾ വേണമല്ലോ എന്ന് ഈ സാഹിറായ ആൾ രാജാവിനോട് പറഞ്ഞത്രേ. ആര് പറയുന്ന കഥയാണെന്നറിയാമോ? സ്വാദിഖുൽ അമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തോട് ഹബീബ് ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല എന്ന്
ആരാ സാക്ഷി നിൽക്കുന്നത്? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൊടിയ ശത്രുവായിരുന്നു ആ കാലഘട്ടത്തിൽ അബൂ സുഫിയാൻ. അബൂ സുഫിയാനോട് കൈസർ രാജാവ് ചോദിച്ചല്ലോ, അബൂ സുഫിയാനോട് അബ്സയുടെ രാജാവ് ചോദിച്ചല്ലോ, ഇയാൾ കളവ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് കൈസർ രാജാവ് ചോദിച്ചല്ലോ. കൈസർ രാജാവിൻ്റെ ചോദ്യത്തിന് അയാൾ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായിട്ടുണ്ട്. മഹാനവറുകൾ നൽകിയ മറുപടി, അയാൾ കളവ് പറയുന്നതാ എന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ്. അബൂ സുഫിയാൻ പറയാൻ കളവ് പറയാറുണ്ട് എന്നെനിക്ക് പറയാൻ തോന്നിയില്ല, കാരണം മുഹമ്മദ് പണ്ടേ കളവ് പറയാറില്ല എന്ന് സ്വാദിഖുൽ മസ്ദൂഖ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ അല്ലാഹുവിൻ്റെ ഹബീബ പുണ്യ നബിയ പറഞ്ഞു തരുന്നത് കഥ. ഈ വൃദ്ധനായ സാഹിറായ ആൾ ആ രാജാവിനോട് പറഞ്ഞത്രേ, എനിക്ക് നല്ല ബുദ്ധിമാനായ ഒരു കുട്ടിയെ പറഞ്ഞയച്ചു തരണം, ഈ മാരണവിദ്യയെല്ലാം ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുക്കാം, എൻ്റെ കാലശേഷവും നിങ്ങൾക്കത് ചെയ്യാൻ ആള് വേണമല്ലോ. അങ്ങനെ രാജാവ് രാജ്യത്ത് വിളംബരം ചെയ്ത് ഏറ്റവും ബുദ്ധിമാനായൊരു കുട്ടിയെ കണ്ടെത്തുകയാണ്. ആ കുട്ടിയെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് സിഹ്ർ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ്. അങ്ങനെ എല്ലാ ദിവസവും കുട്ടി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ തുടങ്ങി. രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഈ സിഹ്ർ പഠിപ്പിക്കുന്ന സാഹിറിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് വഴിയിൽ ഒരു പണ്ഡിതനായ ആളുണ്ട്, റാഹിബുണ്ട്. മതഗ്രന്ഥങ്ങളിൽ അവഗാഹ പാണ്ഡിത്യമുള്ള ആളാണ് അദ്ദേഹം. ഈ കുട്ടിയതാ ഈ പണ്ഡിതന്റെ അടുത്ത് കയറുകയാണ്. എന്നിട്ട് അയാളുടെ അടുത്ത് നിന്ന് ഇൽമും പഠിക്കുകയാണ്. അയാളുടെ അടുത്ത് നിന്ന് വേദത്തിലുള്ള ഇൽമുകൾ പഠിക്കുന്നു, തൗറാത്തിലും ഇഞ്ചീലിലുമുള്ള ഇൽമുകൾ പഠിക്കുകയാണ്. അങ്ങനെ ചില ദിവസങ്ങളിൽ ഈ കുട്ടി ഈ റാഹിബിന്റെ അടുത്ത് നിന്ന് സാഹിറിന്റെ അടുത്തെത്തുമ്പോഴേക്ക് താമസിച്ചു പോവും. അപ്പൊ ഈ മാരണക്കാരനായ രാജാവിന്റെ കൊട്ടാരത്തിലെ മാരണക്കാരൻ കുട്ടിയോട് ദേഷ്യം പിടിക്കും. കുട്ടി വിദ്യ പഠിച്ച് തിരിച്ചു പോകുമ്പോഴും റാഹിബിന്റെ അടുത്ത് കയറും, പണ്ഡിതന്റെ അടുത്ത് കയറും. അയാളുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് കുട്ടി താമസിച്ചു പോകും. അപ്പൊ വീട്ടുകാരും കുട്ടിയോട് ദേഷ്യം പിടിക്കും. ഈ കുഞ്ഞുമോൻ തന്റെ റാഹിബായ പണ്ഡിതനായ ഉസ്താദിനോട് ഈ വിവരം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഈ പണ്ഡിതൻ പറഞ്ഞത്രേ കുട്ടിയോട്, ഇതാ ഖശീത സാഹിറ, സാഹിറിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് നേരം വൈകിട്ട് സാഹിർ നിന്നോട് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ നീ പറയേണ്ടത്, ഹബസനി അഹ്ലി, ഞാൻ വീട്ടിൽ നിന്ന് വരാൻ താമസിച്ചു പോയതാണെന്ന് പറയണം. ഫഇദാ ഖശീത അഹ്ലക, ഇവിടെ വന്ന് ഇൽമു പഠിച്ച് നീ വീട്ടിലെത്താൻ താമസിച്ചു പോയാൽ വീട്ടുകാർ നിന്നെ ശകാരിക്കുകയാണെങ്കിൽ നീ പറയേണ്ടത്, ഹസബനി അസ്സാഹിർ, മാരണവിദ്യ പഠിപ്പിക്കുന്ന ആൾ, അയാളുടെ അടുത്ത് നിന്ന് ഞാൻ പുറപ്പെടാൻ വൈകിപ്പോയതാണെന്ന് പറയണം. എൻ്റെ അടുത്ത് വന്ന് ഇൽമു പഠിക്കുന്ന കാര്യം നീ പറയരുത്, കാരണം രാജാവും ഈ രാജ്യവും മുഴുവൻ ഇതിനെതിരാണ്, ഈ സത്യമതത്തിനെതിരാണ്, അല്ലേ? സത്യമതത്തിനെതിരാണ്. നമ്മളെ തന്നെ ചില കൂട്ടർക്ക് മനസ്സിലായിട്ടില്ല. നമ്മളെ തന്നെ ചിലപ്പോൾ ഭിന്നിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് സത്യസന്ധമാണ് എന്നാണോ അതോ വിനോദത്തിൻ്റെ പേരിലാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആത്യന്തികമായി വിരോധം അല്ലാഹുവിൻ്റെ ദീനിനോടാണ്. അവരോട് എങ്ങനെ സഹകരിക്കാനും കഴിയും എൻ്റെ സഹോദരങ്ങളെ? എന്തിൻ്റെ പേരിലായാലും സഹകരിക്കാനും കഴിയുമോ? ഈ റാഹിബായ പണ്ഡിതൻ കുഞ്ഞുമോനോട് പറയുകയാണ്, മോനെ നീ ഇങ്ങനെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായി നിനക്ക് പഠിപ്പിച്ചു തരാൻ കഴിയില്ല. അങ്ങനെ കുട്ടി അങ്ങനെ രണ്ട് വിദ്യയും പഠിക്കുകയാണ്. ഒരു ഭാഗത്ത് മാരണവിദ്യയാ പഠിക്കുന്നത്, മറ്റൊരു ഭാഗത്തോ അല്ലാഹുവിൻ്റെ ദീന കുഞ്ഞുമോൻ പഠിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി നടന്നു പോവുകയാ. നടന്നു പോകുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് കഥ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്ന ചരിത്രമാ. കുട്ടി നടന്നു പോകുമ്പോഴാ ഒരു വഴിയിൽ ആളുകളൊക്കെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്.
കുട്ടി അങ്ങോട്ട് ചെന്നു. എന്താ വിവരമെന്ന് ആരാഞ്ഞപ്പോ വഴിയിൽ വലിയൊരു സർപ്പം വഴി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും നടന്നു പോകാൻ പേടി. അത്ര വലിയ സർപ്പമാണ് വഴി തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്, ഈ കുഞ്ഞുമോൻ ഒരു തീരുമാനമെടുക്കുകയാണ്. ഈ കുട്ടി പറഞ്ഞത്രേ, അല്ലോ അലമോ അസ്സാഹിറു അഫ്ളൽ അമിർ റാഹിബ്. ഞാൻ 2 വിദ്യ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് സിഹറാണ്, ഒന്ന് ദീനാണ്. ഞാൻ പഠിക്കുന്ന സിഹറാണോ ദീനാണോ ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഇന്ന് അറിയാൻ പറ്റുന്ന ദിവസമാണിന്ന്. എന്നിട്ട് വാഹദ ഹജറ, ആ കുഞ്ഞുമോൻ ഭൂമിയിൽ നിന്നൊരു കല്ലെടുക്കുകയാണ്. ഫഖാൽ, ഒരു കല്ലെടുത്തുകൊണ്ട് ആ കുഞ്ഞുമോനെ പറയുകയാണ്, അല്ലാഹുമ്മ ഇൻകാന അംറുർ റാഹിബി അഹബ്ബ ഇലൈക മിൻ അംരി സാഹിർ. അല്ലാഹുവേ, ഞാൻ 2 വിദ്യയും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഞാൻ സിഹ്ർ പഠിക്കുന്നുണ്ട്, മറുഭാഗത്ത് ഞാൻ ദീൻ പഠിക്കുന്നുണ്ട്. പണ്ഡിതന്റെ അടുത്ത് വെച്ച് ഞാൻ പഠിക്കുന്ന ഇൽമാണോ സാഹിറിന്റെ അടുത്ത് വെച്ച് ഞാൻ പഠിക്കുന്ന സിഹറിനേക്കാൾ നിനക്ക് ശ്രേഷ്ഠമെങ്കിൽ ഫഖതുൽ ഹാദിഹി ദാബാ, ഈ മൃഗത്തെ നീ കൊല്ലണേ അല്ലാ എന്ന് പറഞ്ഞ് ഈ കല്ലെടുത്ത് പണ്ഡിതന്റെ അടുത്ത് നിന്ന് ഞാൻ പഠിക്കുന്ന ഇൽമാണ് സിഹറിനേക്കാളും ശ്രേഷ്ഠമെങ്കിൽ അല്ലാഹുവേ, ഈ സർപ്പത്തെ നീ കൊല്ലണേ എന്ന് പറഞ്ഞ് സർപ്പത്തിന് നേരെ കല്ലെടുത്തെറിയുകയാണ്. അത്ഭുതം എൻ്റെ സഹോദരങ്ങളെ, ആ സർപ്പം ചത്തുപോവുകയാണ്. അങ്ങനെ വഴി തടസ്സപ്പെട്ടത് മുഖേന വഴിയിലൂടെ നടന്നു പോകാൻ കഴിയാത്ത ആളുകളെല്ലാം ആ വഴിക്ക് നടന്നുപോയി. സർപ്പം ചത്തുപോവുകയും ചെയ്തു. ഈ പണ്ഡിതന്റെ അടുത്ത് വെച്ച് പഠിക്കുന്ന കുട്ടി, രാജാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് മാരണവിദ്യ പഠിക്കുന്ന കുട്ടി ഈ കാര്യം പിറ്റേ ദിവസം പണ്ഡിതനോട് പറയുകയാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന്. ആ സമയത്ത് ആ പണ്ഡിതൻ കുട്ടിയോട് പറഞ്ഞത്, ഐ ബുനയ്യ അൻതല്ലോം അഫ്ളലു മിന്നീ, പൊന്നുമോനെ, നീ ഇന്ന് എന്നെക്കാളും ശ്രേഷ്ഠനാ മോനെ. ഖദ് ബലഗ മിൻ അംരിക മാ അറാ, എന്താണോ ഇത് പഠിപ്പിക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് ആ സ്ഥാനത്തേക്ക് പൊന്നുമോൻ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ, വഇന്നക സതുബ്തലാ, നീ പരീക്ഷിക്കപ്പെടും മോനെ. ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുന്നവരെല്ലാം പരീക്ഷിക്കപ്പെടും. നമ്മൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ പറയാ, എനിക്ക് അതിന് കൂടൂല എന്നാ പറയാ. അങ്ങനെ പറയാൻ പാടില്ല. വഇന്നക സതുബ്തലാ, മോനെ നീ പരീക്ഷിക്കപ്പെടുമടാ. ഫഇനിബ്തുലീത, നീ പരീക്ഷിക്കപ്പെട്ടാൽ ഫലാ തദുല്ല അലയ്യ, ഞാനാണ് ഈ വിദ്യ നിനക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് നീ ആരോടും പറയരുതേ. ഇതാണ് ഈ പണ്ഡിതൻ ഈ കുഞ്ഞുമോനോട് പറഞ്ഞത്. അങ്ങനെ അതാ ഈ കുട്ടിക്ക് പല കഴിവുകളും വരികയാണ്. പല കഴിവുകളും പല സിദ്ധികളും ഉണ്ടായി. കാനയുബരി ഉൽ അക്മഹ, അന്ധനായ ആളെ കണ്ണൊന്ന് തടവിയാൽ, ഈ കുഞ്ഞുമോനെ കണ്ണൊന്ന് തടവിയാൽ അന്ധനായ ആളുടെ കാഴ്ച തിരിച്ചു കിട്ടുമായിരുന്നു. വല്ലബറസ, വെള്ളപ്പാണ്ട് രോഗമുള്ള ആരുടെ ശരീരത്തിൽ ഈ കുഞ്ഞുമോനെന്ന് കൈവച്ചാൽ മതി, വെള്ളപ്പാണ്ട് സുഖമാകുമായിരുന്നു. ഇന്ന രോഗമെന്നില്ല, ഏത് രോഗം വന്ന് ഈ കുട്ടിയോട് പറഞ്ഞാലും ആ കുട്ടി അതൊക്കെ മാറ്റിക്കൊടുക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഈ വിവരം രാജ്യത്തെല്ലായിടത്തും അറിഞ്ഞു. രാജാവിൻ്റെ മന്ത്രിമാരിൽ ഒരാൾ അന്ധനായിരുന്നു. അയാളും ഈ വിവരം അറിഞ്ഞു. അയാൾ ഈ കുട്ടിയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ മോനെ, എൻ്റെ ഈ അന്ധത കുഞ്ഞുമോനെ നീ മാറ്റിത്തന്നാൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരുമെന്ന് ഈ രാജാവിൻ്റെ മന്ത്രി പറയുകയാണ്. ആ സമയത്ത് ഈ കുട്ടി പറഞ്ഞു, ഫഖാലൽ ഗുലാം ഇന്നി ലാ അശ്ഫി അഹദാ. മന്ത്രിയുടെ കാര്യം മനസ്സിലാക്കണോ,
എനിക്കാരെയും സുഖപ്പെടുത്താൻ കഴിയില്ല. ഇന്നമാ യശ്ഫില്ലാ, സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു മാത്രമാണ്. ഫഇന്ന ആമന്ത ബില്ലാഹി ദഅവതുല്ലാഹ ഫശഫാക്, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം. നിങ്ങൾ അല്ലാഹുവിനോട് വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, അല്ലാഹു നിങ്ങളുടെ രോഗം മാറ്റി തന്നേക്കാമെന്ന് ഈ കുട്ടി മന്ത്രിയോട് പറഞ്ഞു. അപ്പം മന്ത്രി പറഞ്ഞു ഞാൻ വിശ്വസിക്കാമെന്ന്. അങ്ങനെ മന്ത്രി വിശ്വസിച്ചു. ഈ കുട്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തു. ദുആ ചെയ്തപ്പോൾ കാഴ്ച ശക്തി തിരിച്ചു കിട്ടി. പിറ്റേ ദിവസം മന്ത്രി പാർലമെന്റിൽ എത്തിച്ചേർന്നു. അന്ധനായിരുന്ന തലേ ദിവസം വരെ അന്ധനായിരുന്ന മന്ത്രിക്ക് കാഴ്ച തിരിച്ചു കിട്ടി. രാജാവ് ചോദിച്ചു, വല്ല നിനക്ക് എവിടെന്നാ ഈ കാഴ്ച തിരിച്ചു കിട്ടിയത്? അപ്പോൾ മന്ത്രി പറഞ്ഞു, മർറദ്ദ അലൈക ബസറക് ഖാല റബ്ബീ, എനിക്കെന്റെ കാഴ്ച തിരിച്ചു തന്നത് എൻ്റെ റബ്ബാണ്. ഖാല, ഈ രാജാവ് ചോദിച്ചത്രേ, വലക റബ്ബുൻ ഗൈരി, ഞാനല്ലാത്തൊരു രക്ഷിതാവ് നിനക്കുണ്ടോ എന്ന്. ഖാല, അപ്പോൾ മന്ത്രി പറഞ്ഞുകൊണ്ട്, റബ്ബീ വ റബ്ബുക്കല്ലാഹ്, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ രക്ഷിതാവ് അല്ലാഹുവാൻ.